എന്താ അവൻ ഒന്നും പറയാണ്ട് കയറി പോകുന്നത്? ഡോക്ടർ എന്താ പറഞ്ഞത്? നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് പറഞ്ഞോ ഡോക്ടർ? അത് നീ എന്തിനാ കരയാൻ നിൽക്കുന്നു? ഇവളെന്താ എന്ത് ചോദിച്ചാലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കുട്ടികൾ ഉണ്ടാവില്ല ഡോക്ടർ പറഞ്ഞോ? ഒന്ന് തെളിയിച്ച് പറയും, എന്നാലും മനുഷ്യന് മനസ്സിലാവോ? ഓ, അപ്പൊ കുഴപ്പമുണ്ടല്ലേ? നിന്റെ അച്ഛൻ ഒന്നേ പറഞ്ഞില്ലേ ഡോക്ടറെ കാണിക്കുന്നു? അപ്പൊ എന്താ പറഞ്ഞത്? സമയമാകുമ്പോ ആയിക്കോളും, ഞങ്ങൾക്കിപ്പോ ധൃതിയൊന്നും ഇല്ല എന്നുള്ളതല്ലേ? നിന്റെ അഹങ്കാരത്തിന് ദൈവം തന്ന ശിക്ഷയാണിത്. നീ ഇപ്പൊ ഇവിടെ കിടന്ന് മോങ്ങിട്ട് എന്താ കാര്യം? എന്റെ മോൻ കണ്ടില്ലേ വിഷമിച്ച് കേറിപ്പോയത്? അവരുടെ ജീവിതം കൂടി ഇല്ലാണ്ടാക്കി നിങ്ങൾക്ക് സമാധാനമായില്ലേ? അവരുടെ ഇവന്റെ കുഞ്ഞിനെ എടുത്തിട്ട് കൊഞ്ചിച്ചാ പോരാ, സ്വന്തം കുഞ്ഞ് ജനിച്ചിട്ട് അതിന് കൊഞ്ചിക്കളയാൻ മനസ്സ് കാണിക്കണം. ചെറിയൊരു കുഴപ്പമുണ്ടമ്മ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓ, ഞാനിപ്പോ എന്താ ചെയ്യാ? എന്റെ മോള് രാവിലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാ അവർ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിട്ട് ഇനിയിപ്പോ അധികം വൈകില്ല, എത്രയും പെട്ടെന്ന് മക്കളെ കാവുമായിരിക്കുന്നുള്ളത്. ഇനിയിപ്പോ ഞാൻ എങ്ങനെ അവളുടെ അടുത്ത് പറയാ നിനക്ക് മക്കളാകില്ല എന്ന് പറഞ്ഞു എന്നുള്ളത്? കുടുംബം മുഴുവനും വിഷമമായില്ലേ ഇപ്പൊ? എന്റെ മോൻ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനപ്പെടുത്തുക? ആ പണിക്കര് എല്ലാം പെറുക്കി പെറുക്കി പറയുന്ന പണിക്കരാ. നിന്റെ കല്യാണത്തിന് ജാതകം നോക്കാൻ പോയപ്പോ കുട്ടികളാകുന്നില്ല, അത് മച്ചിയാണെന്ന് മാത്രം പറഞ്ഞില്ല. ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യുന്നത്? എന്റെ മോൻ എത്ര വിഷമിക്കുന്നുണ്ടാവും. ഇങ്ങനത്തെ ഒരു മച്ചിയാണല്ലോ എന്റെ മോന് കൊണ്ടുവന്നത്. ദൈവമേ, എത്ര എത്ര പെൺകുട്ടികൾ നാട്ടിലുണ്ട്.